ഹോസ്റ്റലിലൊന്നും അധികം അങ്ങനെ നിന്നിട്ടില്ലേ? ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലേ? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? നമസ്കാരം. ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് RJ ബിൻസി ആയിരുന്നു. നമ്മളെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ RJ ബിൻസി ആയിരുന്നു അവിടുന്ന് ഔട്ട് ആകേണ്ടത് എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കും. എന്ന് വെച്ചാൽ RJ ബിൻസി ഒക്കെ ഗെയിമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് RJ ബിൻസിയെ 400ഓളം ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ഔട്ടാക്കിയത്. ഓക്കെ, ഔട്ടാക്കിയില്ലായിരുന്നെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ തരാൻ, തീർച്ചയായിട്ടും നല്ലൊരു കണ്ടന്റ് ഒക്കെ തരാനുള്ള കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു RJ ബിൻസി. അപ്പാനി ശരത്തുമായിട്ടൊക്കെ ഒരു ബോണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് വരികയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കണ്ടന്റ് ആയിട്ടൊക്കെ വെളിയിൽ വന്നേനെ. എന്തായാലും RJ ബിൻസി ഔട്ടാക്കി. എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം, അവിടെ ഇപ്പോഴും ഗെയിമിലേക്കൊന്നും വരാതെ നിൽക്കുന്ന 3-4 പേരുണ്ട്. അതിൽ പ്രമുഖയായ നടിയും നർത്തകയും ഒക്കെയായ നമ്മളുടെ പ്രിയ താരം രേണു സുധിയുമുണ്ട്. രേണു സുധി അവിടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ട് അവിടെ നിൽക്കുന്നത്? അപ്പൊ ചോദിക്കുക, രേണു സുധി അവിടെ എവിക്ഷനിൽ വന്നില്ലല്ലോ എന്ന്. എന്തുകൊണ്ട് വരാതിരുന്നു? ബിഗ് ബോസിന്റെ ഒരു കളിയായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഈ ശാരികയെയും രേണു സുധിയെയും RJ ബിൻസി എടുത്തു കഴിഞ്ഞാൽ ഭേദപ്പെട്ടത് RJ ബിൻസി തന്നെയായിരുന്നു. അവിടെ ശാരിക എന്ത് കണ്ടന്റാണ് തരുന്നത്? അതുപോലെ രേണു സുധി എന്ത് കണ്ടന്റാണ് അവിടെ തരുന്നത്? അപ്പൊ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പലരുടെയും കമന്റുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, പുറത്തു പോകേണ്ടവരല്ലല്ലോ പുറത്തു പോയത്. അപ്പോൾ അതിനകത്ത് നിന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന ഈ 2 പേരെ ആണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ പ്രാവശ്യം എങ്ങനെയാണെങ്കിലും എലിമിനേഷനിൽ വന്നിരുന്നെങ്കിലും RJ ബിൻസിയേക്കാൾ വോട്ട് കുറവായിരിക്കും ഈ പറഞ്ഞ ശാരികയ്ക്ക്. ഇവർ രേണു സുധിക്കും ഈ പറയുന്ന പോലെ വോട്ടൊന്നുമില്ല, വെളിയിലെ തള്ളു മാത്രമേ ഉള്ളൂ. അപ്പൊ രേണു സുധിയും അവിടെ രക്ഷപ്പെട്ടു. അവിടെ ബിഗ് ബോസിന്റെ ഒരു ഗെയിം കൊടുത്തിരുന്നു. ആ ഗെയിമിൽ ആദ്യം പറഞ്ഞിരുന്നത് മിഡ് വീക്ക് എവിക്ഷൻ എന്നായിരുന്നു, പിന്നെ അത് സസ്പെൻഷൻ ആക്കി. അവിടെ ബിഗ് ബോസ് വേറൊരു ടാസ്ക് കൊടുത്തത് ഈ ഇത്രയും പേരെ സഹായിക്കാൻ വേണ്ടി 2 പേരെ തെരഞ്ഞെടുക്കാന്ന്. അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഈ ഉള്ളവരെ തന്നെ വെച്ച് ഗെയിം കളിപ്പിക്കണമായിരുന്നു. ആ ഗെയിം കളിപ്പിച്ച അതിൽ നിന്നും ഉള്ളവരെ എവിക്ഷൻ ചെയ്യണമായിരുന്നു. അവിടെ സസ്പെൻഷൻ ആയിക്കോട്ടെ, സസ്പെൻഷൻ എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ തന്നെ അവിടെ രക്ഷിച്ചത് ആരെയൊക്കെയാണ് നമുക്ക് മനസ്സിലാകും. അവിടെ ആ വന്ന എവിക്ഷനിൽ, മിഡ് വീക്ക് എവിക്ഷനിൽ വന്നതിൽ ഏറ്റവും പോകാൻ സാധ്യത കൂടുതലുള്ളത് ഈ പറയുന്ന ശാരികയും രേണു സുധിയുമായിരുന്നു. പക്ഷെ രേണു സുധിയെയും ശാരികയും അവിടെ ബിഗ് ബോസ് രക്ഷിച്ചതായിട്ട് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സംശയത്തിന് കഴമ്പില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്നുവെച്ചാൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്നില്ല. കണ്ടന്റ് കൊടുക്കാതെ ചുമ്മാ നിൽക്കുകയാണ്. RJ ബിൻസി ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് ഈ സീസണിൽ പോയിട്ട് നമ്മളുടെ രേണു സുധി എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ്. രേണു സുധി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിനുശേഷം രേഖപ്പെടുത്തണം. എന്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? അന്നും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യമോ തത്തമ്മ? അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. റോസെ കാപ്പി തരാൻ പറഞ്ഞു. ബാത്റൂമിൽ കാത്തിരുന്ന് കരയാതെ വെച്ചാൽ നടക്കത്തില്ല. ആൾക്കാരുണ്ട് പെട്ടെന്ന് എപ്പോഴും. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് അഭിനയമായിരുന്നു എന്ന്. ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം. തത്തമ്മയെ നോക്കിയിട്ട് തത്തമ്മയ്ക്ക് കണ്ണ് കാണുന്നില്ല, പിന്നെ തത്തമ്മയോട് എന്തോ പറയാനാന്നൊക്കെ ചോദിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ. സാധാരണ കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവരും പ്രയോഗിച്ച് മറുത്തുകൊണ്ടായിരിക്കാം ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നേരെ കണ്ണാടിയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പല കാര്യങ്ങളിലും കണ്ണാടിയുടെ മുന്നിൽ പോയിട്ടാണ് സംസാരിക്കുന്നത്. ഇതാണ് അവർ തരുന്ന കണ്ടന്റ്. എന്താന്ന് വെച്ചാൽ ഒരു കോമാളിയാകുന്ന, ഒരു കോമാളിത്തരം കാണിക്കുന്ന കണ്ടന്റുകൾ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എന്റെ മനസ്സ് കീറി മുറിച്ചു. എന്നെ ഇവിടെ നിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. മാക്സിമത്തിന്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണു സുധി ഇതിനകത്തോട്ട് വന്നത്. മാക്സിമത്തിൽ കൂടുതൽ അനുഭവിച്ചിട്ടാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ആണല്ലോ എന്നാണ് ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അവിടെ അക്ബറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ ലാലേട്ടൻ ആ വിഷയം എടുത്തിട്ടില്ല, ഇന്ന് എടുത്തിടുമായിരിക്കാം. അക്ബറിന്റെ മാപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ള വിഷയം. മാപ്പ് കൊടുക്കത്തില്ല എന്ന് പറയുന്നത്. അക്ബറിന് മാപ്പ് വേണ്ട. ബിഗ് ബോസിലുള്ള നല്ല കളിക്കുന്ന 8 പ്ലെയേഴ്സിലെ മികച്ച ഒരു പ്ലെയർ തന്നെയാണ് അക്ബർ. പക്ഷെ ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദണ്ണം പറയുകയും കണ്ണാടിയുടെ മുന്നിൽ വന്ന് നാടകം കളിക്കുകയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നവരെല്ലാം സേഫ് ആവുകയും ഗെയിമിലേക്ക് വരുന്നവരെല്ലാം ഔട്ട് ആവുകയും ചെയ്യുന്നു. ഇത് എന്തായാലും ഈ സീസൺ ഈ പറയുന്ന പോലെ വൻ വിജയമൊന്നുമല്ല. ഒരാളുടെ മനസ്സിന് ഇപ്പൊ വലിയ വിജയമായിട്ടൊന്നും ഈ സീസണെ നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇതുവരെ ഒരു വിജയത്തിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി വരുമെന്നും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളവരൊക്കെ ഔട്ടായിക്കൊണ്ടേയിരിക്കും. ഈ രേണു സുധിയെയും ശാരികയും പോലെയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയും ചെയ്യും. കളിക്കുന്നവരൊക്കെ വെളിയിലും പോകും. ഈ ബിഗ് ബോസിലോട്ട് വന്നത്
അതിനൊരു കാരണക്കാര് നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. നെഗറ്റീവ് പറയുന്ന നമ്മളെപ്പോലുള്ളവർക്കെല്ലാം താങ്ക്സ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നെഗറ്റീവ് പറയുന്നു എന്ന് പറയുന്നില്ല, നെഗറ്റീവ് ഇങ്ങോട്ട് ഇട്ട് തരികയാണ്. നെഗറ്റീവ് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഗെയിം ആയിരുന്നു, ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഗെയിം ആയിരുന്നു. ഞാൻ ആദ്യമുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവിലൂടെ പ്രശസ്തി നേടുക, അതിനുശേഷം ബിഗ് ബോസിലേക്ക് കയറുക. അത് കയറി അവിടെ പോയിരുന്നിട്ട് എന്തായാലും ഒരു താങ്ക്സ് പറയാനെങ്കിലും തോന്നി. നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ, നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വളരെ നന്ദി. ഇനിയിപ്പൊ ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. നമ്മൾ ഒരിക്കലും ഈ രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല, ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അത് അവിടെ ആ വിഷയം ആ ഗെയിമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ആ ഗെയിമിന്റെ ഭാഗമായിട്ട് വന്നു. അത് ലാലേട്ടൻ പറഞ്ഞു, അതിന് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. ക്ഷമയും ചോദിച്ചു. ഒരാഴ്ചയോളം പുറകെ നടന്ന് ക്ഷമ ചോദിച്ചു. എന്നിട്ടും ഇതൊരു കണ്ടന്റ് ആക്കി കൊണ്ടുപോവാണ്. ഇതാണ് കണ്ടന്റ് എന്നാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഴകിപ്പോയ കണ്ടന്റുകളാണ്. ഈ കണ്ടന്റുകളാണ് എടുത്തുകൊണ്ട് ഇത് അവരെ പറഞ്ഞു കൊടുത്തു വിട്ടവരൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ കയറി അങ്ങ് പിടിച്ചോണം, അതിൽ കയറി പിടിച്ച് അങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ എല്ലാം വൻ പരാജയമാണ്. രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസിന് പറ്റിയതല്ല. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. രേണുസുതിയും ഈ ശാരികയും പോലുള്ളവര് അവിടെ നിൽക്കുകയും ചെയ്യും. ഈ സീസൺ ഒരു പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. അത് 100% ഉറപ്പാണ്. രേണുസുതിയെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മക്കളെ കാണണം, ഋതപ്പനെ കാണണം, എനിക്ക് കിച്ചുവിനെ കാണണം, എനിക്ക് ഋതപ്പനെ കാണണം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു ഒരു സമയത്ത്. ഇതിനെയൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആകുന്നതും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതും നമ്മുടെ രേണുസുതിക്ക്. വേറൊന്നും കൊണ്ടല്ല, അന്ന് നോമിനേഷൻ ഉണ്ട്. നോമിനേഷനിൽ എല്ലാവരുടെയും പേര് പറയിക്കുമ്പോൾ എനിക്ക് തലവേദന വരും, വിഷമം വരും, കിച്ചുവിനെ ഓർമ്മ വരും, അതുപോലെ ഋതപ്പനെ ഓർമ്മ വരും, സുധിച്ചേട്ടനെ ഓർമ്മ വരും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നാളെ മിക്കവാറും ഒരസുഖം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. നാളെ എന്തായാലും ഒരു നാടകം ഉണ്ടാവും രേണുസുതിയുടെ ഭാഗത്തു നിന്നും. എന്നുവെച്ചാൽ നാളെ നോമിനേഷൻ ഉള്ള ദിവസമാണ്. ഇതാണ് നാടകമേ ഉലകം എന്ന് പറഞ്ഞ പോലെ നാടകം. ഇതുപോലെ നാടകം കളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിനൊന്നും ഇങ്ങനെയല്ല പ്രേക്ഷകർ കാണണ്ട. ഞാൻ പറഞ്ഞല്ലോടാ, എനിക്ക് വയ്യടാ, എനിക്ക് അങ്ങനെ പറ്റില്ല. പോണെന്ന് കുറെ ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. വയ്യ, ടോട്ടലി എനിക്ക് എന്റെ ഹെൽത്ത് ഓക്കെ അല്ല. ഞാൻ നന്നായിട്ട് അറിയാം, എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ല. എനിക്ക് വയ്യ, എന്റെ ഹെൽത്ത് മോശമാണ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വയ്യ, തീരെ വയ്യ. ബിന്നി അവിടെ പറയുന്നുണ്ട്, ചേച്ചി നേരത്തെ മുതൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. രേണുസുതി പറയുന്നുണ്ട്, എനിക്ക് പോണം, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, ഞാൻ വയ്യാതിരിക്കുക. ഇങ്ങനെ വയ്യാതിരിക്കുന്നവരെ എന്തിനാണ് ബിഗ് ബോസിൽ? നാളെ ഇത് വയ്യായിക കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തിങ്കളാഴ്ച വയ്യായിക കൂടും. എന്നുവെച്ചാൽ നോമിനേഷൻ ഉള്ളതാണ്. അതുപോലെ ഗെയിമുകളൊക്കെ വരുന്ന സമയത്ത്, വലിയ കട്ടിയുള്ള ഗെയിമുകളൊക്കെ വരുന്ന സമയത്തും വല്ലാത്ത വിഷമവും ശാരീരിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ നെഞ്ചുവേദന വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ വന്ന് ചോദിക്കുന്നുണ്ട് രേണുസുതിയോട് വീട്ടിൽ പോകണോ എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പോണോ വീട്ടിൽ പോണെന്ന് പറയുന്ന കേട്ടല്ലോ. പറഞ്ഞു. വെറുതെ പറയാണോ അതോ? അല്ല, ഹോസ്റ്റലിലൊന്നും അധികം അങ്ങനെ നിന്നിട്ടില്ലേ. ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും. ഹോസ്റ്റലിൽ ഞാൻ അധികം അങ്ങനെ നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ്. 1.5 വർഷത്തോളം ബാംഗ്ലൂർ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. ഹോസ്റ്റലിൽ ഞാൻ അങ്ങനെ അധിക നാളൊന്നും നിന്നിട്ടില്ല. ഇവർ അധിക നാളെന്ന് ഉദ്ദേശിക്കുന്നത് ഇനി 5 വർഷം 4 വർഷം ഒക്കെ ആയിരിക്കാം. അധികം നിന്നിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു വിഷമത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാണെന്നാണ് പറയുന്നത്. നമ്മളെല്ലാം കേട്ടതാണ്. കഴിഞ്ഞ ദിവസം 1.5 വർഷത്തോളം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, 1.5 വർഷത്തോളം ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു, ഹോസ്റ്റൽ വാർഡന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വിട്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ വന്ന ഉടനെ പോണോ? അല്ല, പോണെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കാം, ഒരു കുഴപ്പമില്ല. പോണോ? അല്ല, അബദ്ധം പറ്റിയില്ലേ, അപ്പൊ അതൊരു ശിക്ഷയായി. പോണെങ്കിൽ ഞങ്ങള് പറഞ്ഞു വിടാം, പോണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരെ ഒരബദ്ധം പറ്റി പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ കണ്ടാൽ പറയാം എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. മറ്റുള്ള പ്രേക്ഷകരെ, വെളിയിലുള്ള പ്രേക്ഷകരെ അറിയിക്കുകയാണ്, എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരാളാണ്, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിന്നെ പറയുന്നത് എന്താണ്, സുധിച്ചേട്ടൻ, കിച്ചു, അതുപോലെ തന്നെ ഋതപ്പൻ. ഇനിയിപ്പം അടുത്ത ആഴ്ച മുതൽ എന്താണ് മാറ്റിപ്പിടിക്കാൻ പോകുന്ന അറിയത്തില്ല. എന്തായാലും അക്ബറിന്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട്, അത് പിന്നെ ചീറ്റിപ്പോയി. അതിനി എന്തായാലും അത് വർക്കൗട്ട് ആവത്തില്ല. ഇനി അകത്തിരിക്കുമ്പോൾ അത് വർക്കൗട്ട് ആകും, അല്ലെങ്കിൽ ഇത് വലിയൊരു വിഷയമായിട്ട് വെളി വന്നിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം അവിടെ കിടന്ന് വിളിച്ച് പറഞ്ഞാലേ ഉള്ളൂ. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? എന്താണെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ഗെയിം ഇല്ല. ഈ പറയുന്ന രേണുസുതിക്ക് ഒരു ഗെയിം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരികയ്ക്കും ഗെയിം ഇല്ല. പിന്നെ ശാരികയുടെ പിന്നെ ഇങ്ങനെ പോലും എടുത്ത് കാണിക്കാൻ ഒന്നുമില്ല.
അവിടെ ആരെങ്കിലും 10 പേര് കൂടുന്നിടത്ത് പോയിരുന്നുകൊണ്ട് 2 ഡയലോഗ് അടിക്കും എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഇവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഗെയിമിലേക്ക് വരുന്ന കുറച്ചു പേരെ പുറത്താക്കുന്നതിന്റെ നീതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 400ഓളം പേര് ഇരുന്ന് നോക്കി ഭയങ്കരമായിട്ട് വോട്ടിംഗ് ഒക്കെ കൗണ്ട് ഒക്കെ ചെയ്താണ് പുറത്താക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ശാരികയെയും ഈ പറയുന്നത് പോലെ രേണുസുധിയെ സംരക്ഷിക്കാനാണെങ്കിൽ ഇവര് ലാസ്റ്റ് വരെ ഇവർ രണ്ടും നിൽക്കുകയും ചെയ്യും. ബാക്കിയുള്ള നല്ല കളിക്കുന്നവരെല്ലാം പുറത്തോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, രേണുസുധി അവിടെ നല്ല, നമ്മളെല്ലാരും പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് പറയുന്നു. രേണുസുധി നല്ലതുപോലെ കളിച്ചാൽ നമ്മൾ എന്തിന് നെഗറ്റീവ് പറയണം? രേണുസുധി അവിടെ നല്ലൊരു ഗെയിമറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരു നെഗറ്റീവ് അത് പോസിറ്റീവായിട്ട് പറയാൻ നമുക്കൊന്നും കിട്ടുന്നില്ല. ബിഗ് ബോസിനകത്ത് പോയിട്ടും കിട്ടുന്നില്ല. നാടകമേ നാടകം, മൊത്തത്തിൽ നാടകം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. രേണുസുധിയും ശാരികയെയും അവിടെ ബിഗ് ബോസ് സംരക്ഷിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ രേണുസുധിയും ശാരികയും അവിടെ നല്ല ഗെയിം പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിൻസിയേക്കാൾ നല്ല ഗെയിം പ്ലെയേഴ്സ് ആയിരുന്നോ ഇവര് രണ്ടുപേരും? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയുക. നാളെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ രേണുസുധിക്ക് എന്തെങ്കിലും നെഞ്ചുവേദനയോ പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നാളെ നോമിനേഷൻ ഉള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.